ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി ഗ്രാനിന്റെ വീട്ടിലേക്കുള്ള വീണ്ടും കയറുകയാണ്. ഇത്തവണ രക്ഷപ്പെടുമോ അത് ഗ്രാനി നമ്മളെ പിടികൂടുമോ എന്ന് നമുക്ക് നോക്കാം. എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ. പിന്നെ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ലെറ്റ്സ് ഗോ ഗൈസ്, ദ ഗെയിം സ്റ്റാർട്ട് നൗ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ റൂമത്തെ കീ എടുത്തിട്ടുണ്ട്. വാതിൽ തുറന്നാൽ ലിഫ്റ്റിക്ക് കയറാൻ പോവാണ്. വേഗം തുറക്ക് ലിഫ്റ്റ്. അപ്പോൾ ഗൈസ്, ലിഫ്റ്റ് തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാനിട്ട് ഫസ്റ്റ് ഫ്ലോർക്കാണ് പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോർ കയറി പോവാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കീ ഞാൻ അവിടെ ഇട്ടു. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഞാൻ ആ വാതിൽ തുറന്നത് ലോക്കഡല്ല. ഞാൻ നേരെ സ്റ്റെയർകേസ് വഴിയാണ് താഴോട്ട് പോകുന്നത്. ഞാൻ ആ കാണുന്ന റൂമിലേക്കാണ് ഞാൻ പോണത്. ഗ്രാനി വരുന്ന മുന്നേ തന്നെ ഈ റൂമൊക്കെ ഒന്ന് നോക്കണം. അപ്പം അങ്ങനെയൊക്കെ ഈ സ്റ്റോർ റൂമിൽ നിന്ന് കൗബാർ കിട്ടിയിട്ടുണ്ട്. ഗ്രാനി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ വേറൊരു കീയും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറെ ആയിട്ടൊന്നുമില്ല. ഗ്രാനിയുടെ സൗണ്ട് കേട്ടു, അതാണ് ഗൈസ്. അപ്പോൾ ഗ്രാനി അവളെ ബാക്കിലിട്ടോ ഗൈസ്. ഞാൻ വേഗം ആ കറക്റ്റിൻ്റെ ബാക്കിൽ ഒളിച്ചിരുന്നു ഗൈസ്. തുടക്കത്തിൽ തന്നെ കൊല്ലാൻ പാടില്ലല്ലോ. അപ്പോൾ ഗ്രാനി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതൊരു ടോയ്ലറ്റാണ്. അപ്പോൾ ആ ടോയ്ലറ്റിൽ കയറുകയാണ്. അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്തു. ഈ ക്ലോസറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീക്രട്ട് വഴിയുണ്ട്. അത് വേറൊരു ടോയ്ലറ്റിക്ക് എത്താനുള്ളതാണ്. അത് വേറൊരു റൂമൊക്കെ എത്താനുള്ളൊരു വഴിയാണ്. അപ്പോൾ ഞാനിവിടുന്ന് നേരെ ഇറങ്ങി എത്തിച്ചെന്നതോ ഗ്രാനിയുടെ മുന്നിൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വേഗം കട്ടിലോട്ടിൽ വിളിച്ചിരുന്നു. അപ്പോൾ ഗ്രാനി പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ട് ബെഡിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ് നോക്കിയപ്പോൾ പിന്നെയും ഗ്രാനിയുടെ മുന്നിൽ തന്നെ പെട്ട. എങ്ങടാ പോകണമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങടാന്നൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ എത്തിയത് ലൈബ്രറിക്കാണ്. ഇവിടെ കുറേ ക്യാബുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്തിനു യൂസ് ചെയ്യണമെന്നൊക്കെ അറിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഇവിടേക്ക് വേറെ വഴിയില്ല കേട്ടോ. ഞാനൊരു അലമാര ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഗ്രാനി വരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കാൻ കുറച്ച് നേരം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, ഗ്രാനിനെയും കാത്തിട്ട്. ഗ്രാനിനെ കാണാനൊന്നുമില്ല, എന്നാലും നോക്കാം. അപ്പോൾ ഗൈസ്, ഗ്രാനിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങണ്ടേ എന്നുള്ള ഇതിലാണ് ഞാൻ നിൽക്കണത്. അപ്പോൾ ഗൈസ്, ഞാൻ അപ്പോൾ അങ്ങനെ ലിഫ്റ്റിലെത്തിയിട്ടുണ്ട്. ലിഫ്റ്റിലെത്താൻ കാരണം ഗ്രാനി തന്നെയാണ്. നമ്മൾ ഗ്രാനി കൊന്നു, ബട്ട് എന്നെ കില്ല് ചെയ്ത ഭാഗമൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, അതാണ്. അപ്പം ഇത് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, വേറെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നായിട്ട് കളിക്കാൻ തുടങ്ങുന്നത്. എന്നെ കൊന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ലിഫ്റ്റിൽ പോകണ ആ കാണാണ് മെയിൻ ഡോർ എന്ന് പറയുന്നത്. അത് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം. നമ്മൾ ഇവിടേക്ക് നോക്കാൻ വരുന്ന മുന്നേ തന്നെ ഗ്രാനി നോക്കി പോയിക്കണു. അപ്പം ഇങ്ങോട്ട് ഗ്രാനി വരില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയണത്, അറിയില്ല. ഞാനിവിടെ ഒരു ഇതുണ്ട്, റെസ്റ്റോറൻറ്റ് ഇതുണ്ട്. നമുക്കിത് തുറക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റ് കീ വേണം, കണ്ടില്ലേ. ഞാൻ കീ അന്വേഷിച്ചാൽ അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയാം. ഈ അലമാറൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, അതിലൊന്നുമില്ല. ഒന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചൂടെ അവർക്കൊക്കെ അല്ലേ. ഇതൊന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എൻജിൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഗൈസ്.
അപ്പോൾ ആ അലമാര തുറക്കാൻ പറ്റില്ല. ഈ ഒരു ടേബിളിൻ്റെ അടിയിൽ ഒരു സീക്രട്ട് വഴിയുണ്ട്. ഗൈസ് ഇതുപോലെ തള്ളിയപ്പോഴത്തേക്കും നല്ല സൗണ്ട് കിട്ടുകണു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് എത്തി നോക്കിയില്ല ഗ്രാനി വരുന്നുണ്ടോ സൗണ്ട് കേട്ടിട്ടാണ്. എത്തി നോക്കിയപ്പോൾ കാണാനൊന്നുമില്ല ഗ്രാനിനെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി നോക്കാൻ വല്ലത് എവിടെയെങ്കിലൊക്കെ കിട്ടുമെന്നും. ഈ ക്ലോക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കിയാലും എന്തൊക്കെയാണ് വേണം തോന്നുന്നു അറിയില്ല. മിനിറ്റ് സൂചി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് തുറക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അടക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടു. പിന്നെ ഇവിടെ ഒരു സീക്രട്ട് വഴിയുണ്ട്. ബട്ട് അത് തുറക്കാൻ പറ്റില്ല. പക്ഷെ അതിന് എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇത് നമുക്കിവിടെ കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് പോണത്. നേരെ പോവാണ് ഞാൻ. നേരെ പോയി അങ്ങോട്ടോട്ട് നോക്കാതെ തന്നെ ഞാൻ നേരെ പോയി ലിഫ്റ്റ് നെക്കിയപ്പോഴത്തേക്കും ഞാൻ തുറന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ 4th ഫ്ലോറിലേക്കാണ് പോണത്. ഞാനവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ലിഫ്റ്റിൽ ഈ എൻജിൻ വയ്ക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. ഇവിടെ വേറൊരു നമ്മളെ ഡോർ കീ ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ലിഫ്റ്റിൽ തന്നെയാട്ടോ ഞാൻ പോണത് പ്രാവശ്യം. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഞാൻ നേരെ ചെന്ന് പെട്ടെന്നെ ഗ്രാനിൻ്റെ മുന്നിലാണ്. പക്ഷെ നമ്മളെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഗ്രാനിക്ക് ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലൊക്കെ ഞാൻ അപ്ലൈ ചത്തേനെ. അപ്പോൾ ഗ്രാനി അങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവിടെ നോക്കി. അപ്പോൾ ഗ്രാനി പോയിട്ടുണ്ട്. ഞാൻ വീണ്ടും ലിഫ്റ്റിൽ കയറി 2nd ഫ്ലോറിലായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോയത്. ഗ്രാൻഡ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഗ്രാൻഡ് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ എൻ്റെ എല്ലാ യാത്രകളും ലിഫ്റ്റിൽ തന്നെയാണ്. ഞാൻ ഗ്രാനി വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അവിടെ കൗബാർ ഉണ്ടായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ നിന്നിരുന്നത്. പിന്നെ മെയിൻ ഡോറിൻ്റെ അവിടേക്ക് വന്നു. അവിടെ ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ തിരിച്ചു വന്നു. ലൈബ്രറി ഉള്ള സ്ഥലത്തേക്ക് എത്തി. സത്യം പറഞ്ഞാൽ എങ്ങിട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. എന്നാൽ രക്ഷപ്പെടും വേണം. എന്താ ചെയ്യാന്നറിയത്തില്ല. ഞാൻ കുറേ ഇരുന്നിട്ടൊക്കെ നോക്കുന്നുണ്ട് ഗ്രാനി വരുന്നുണ്ടോ ഇല്ലേന്നൊക്കെ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഗ്രാൻഡ് പാടെ റൂമിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഫ്ലവർ പോട്ട് വീണുകൊണ്ട് ഗ്രാൻഡ് എണീറ്റിട്ടുണ്ട്. ഒരു ചെറിയുമായി നീറ്റിട്ടുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ ആ വാതിൽ തുറന്ന ആ വാതിലിൻ്റെ ബാക്കിൽ ഒളിച്ചതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ പാടെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് ആ ഒരു ബാൽക്കണി വന്നിരുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ അങ്ങനെ ആ സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിലെ സംഭവം, പിന്നെ ഷൂട്ട് ഗണ്ണിൽ നടക്കേണ്ട ബുള്ളറ്റുകളും കുറേ ടേബിളും ചെയറൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റെയർകേസ് ഞാൻ കയറി. അങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് ഒരു റെഡ് കീ കണ്ടത്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ബാത്റൂമിൽ കയറിയപ്പോൾ എടുത്തു പോയപ്പോൾ ഞാൻ ബാക്കിൽ വന്ന് എന്നെ പേടിപ്പിച്ചത് അത് 1ാമത്തെ ട്വിസ്റ്റായിരുന്നു. പിന്നെ മുന്നിൽ വന്ന് കിടന്നു ഡോറ് പെട്ടെന്ന് ക്ലോസ് ആണെന്നൊക്കെ അത് പെട്ടെന്നൊന്ന് പേടിപ്പെടുത്തിയിട്ടുണ്ട് എന്നെ. പിന്നെ ഡോറ് തുറന്ന് പിന്നെ മിറർക്ക് നോക്കിയപ്പോൾ ഉണ്ടാകുന്നില്ല. അതൊരു പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത പോലെയൊക്കെ തോന്നി. അവിടെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്നുകൂടി നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. റെഡ് കീ എന്തിനാ യൂസ് ചെയ്യാന്നൊക്കെ അറിയില്ല.
ഇങ്ങനെ പിന്നെ ഒരു സംഭവമുണ്ട്, അവിടെ ഒരു ബ്ലോക്കാണ്, അത് നമ്മൾ ശരിയാക്കിയാലാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ റൂമുകളുണ്ട് കേട്ടോ. അങ്ങനെ താഴേക്ക് എത്തി ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സാധനം എടുത്തു. ഞാൻ തടിക്കുള്ളൊരു വഴി ഉണ്ട്, നോക്കിയപ്പോൾ അതേനും ക്ലോസ്ഡാണ്. എന്തൊക്കെയൊക്കെ ശരിയാക്കണം. ഈ ഡോറ് തുറന്നപ്പോഴും അവിടെ ഇതേ അവസ്ഥ തന്നെയാണ്, അവിടെയും ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി ഗ്രാൻഡ് കാണുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ പിന്നെ ഗ്രാൻഡ് കഴുത്തിലുള്ളത് മെയിൻ ഡോറിൻ്റെ ആവശ്യമുള്ള ഒരു പിക്ചറാണോ എന്തൊരു സംഭവമാണത്. അപ്പോൾ ഞാൻ വേഗം ഗ്രാൻഡ് റൂമിൽ നിന്ന് പോന്നപ്പോൾ സൗണ്ട് ഇട്ട് വേഗം ബെഡിൻ്റെ അടിയിൽ ഒളിച്ചു. കുറച്ച് നേരം അവിടെ ഒളിച്ചു. പിന്നെ ഒന്നുകൂടെ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയപ്പോൾ അതിന് ബെഡിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വേഗം ലിഫ്റ്റിൻ്റെ ഇതിൽ പോവാണ്. ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ഗ്രാനിയുടെ മുന്നിൽ പോയി പെട്ടത്. അപ്പം ഞാൻ കീ തപ്പിയും കൊണ്ട് എടുക്കണം. നമുക്ക് താഴേന്ന് കീ കിട്ടിയിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ പോവാണ്. ലിഫ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലിഫ്റ്റ് വന്നിട്ട് നമുക്ക് കയറാൻ. ഞാൻ താക്കോൽ അവിടെ ഇട്ടു. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ലിഫ്റ്റ് തന്നെയാണ് പോണത്. സ്റ്റെയർകേസ് വഴി പോയാലുള്ള പ്രശ്നം ചിലപ്പോൾ അവിടെ ഗ്രാനി ഉണ്ടെങ്കിലും വിചാരിച്ചിട്ടാണ്. ഇതാകുമ്പോൾ ലിഫ്റ്റിക്ക് ഗ്രാനിക്ക് കയറാൻ പറ്റില്ലല്ലോ, ആ വിശ്വാസത്തിലാണ് ഞാൻ അത്ര ധൈര്യത്തിൽ പോണത്. ഗ്രാൻഡിൻ്റെ മുന്നിൽ തന്നെ പെട്ടു. 100 ആയുസായിട്ട് അതിന്. ഞാനും ഗ്രാനിയും തമ്മിൽ മത്സരമാണ്. ഞാൻ ഈ ലിഫ്റ്റിൽ നിന്ന് അങ്ങനെ വരെ ഗ്രാനി പോകും തോന്നില്ല. കണ്ടോ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഗ്രാനിക്ക് സിഗ്നൽ കിട്ടും. കണ്ടോ, ഗ്രാനി ഏതാ വളവെത്തിച്ചിട്ടാ. വേഗം പോതല്ലേ, ഇത് നോക്ക് കാട്ടണ് ഗ്രാനി. ഈ ഗ്രാനി ഇടക്കിടക്ക് വന്ന് പേടിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിന്നിട്ടിരുന്നിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഗ്രാനി പോയി എന്ന് തോന്നുന്നു. ഗ്രാനി പോയിക്കുന്നു. പിന്നെ ഇവിടെ വെച്ചിട്ടല്ലേ കൊന്നത്. അപ്പോൾ ആ സാധനം എടുക്കാൻ വേണ്ടി വന്നാണ്. എനിക്ക് കിട്ടിയ ഓരോ സാധനങ്ങൾ ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അതാണ് ഞാൻ ഈ ലിഫ്റ്റിൽ വന്ന് വെക്കണത്. കാരണം ഇവിടെ അങ്ങനെ അധികം ആരും വരില്ലല്ലോ. ആ സാധനം അവിടെ വെച്ചു. ഞാൻ വീണ്ടും ലിഫ്റ്റിൽ തന്നെയാണ് കയറുന്നത്. -1 ലൈബ്രറി ഉള്ള സ്ഥലത്തേക്കാണ് വന്നിക്കണം കേട്ടോ. ഞങ്ങൾ രക്ഷപ്പെടാൻ ഓരോ സാധനങ്ങൾ വേണ്ടേ. ചിലപ്പോൾ ഞാൻ വേഗം ഈ റൂമിൽ കയറി ഈ സെറ്റ് മാറ്റി ഞാൻ വേഗം അടുത്ത ഇതൊക്കെയാണ് ചാടിയതാണ്. ഇവിടെയൊക്കെ നോക്കിയോളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ഇവിടെ എന്തെങ്കിലും
ഇതൊക്കെ പരിശോധിച്ച് നോക്കാനാണ്. ഇവിടെയൊക്കെ വേഗം നോക്കണം ഗ്രാനി വരണ മുന്നേ തന്നെ. ഇവിടെ ഒരു ഗ്രീൻ കീ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്രാനിയുടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഞാൻ ഈ ടാബിൻ്റെ ഇടയിൽ വിളിച്ചിരിക്കണത്. ഈ ഗ്രാനി വരുന്നുണ്ടോ എന്നറിയില്ല, അതുവരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാനും. ഇപ്പോൾ ഗ്രാനിനെ കാണാനില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാതിലിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഞാൻ അവിടെ എത്തി നോക്കി, കാണാനൊന്നുമില്ല. ഞാൻ വേഗം മോൾക്ക് പോവാണ്. നേരപ്പെട്ടത് ഗ്രാനിൻ്റെ മുന്നിൽ തന്നെയാണ്. ഞാൻ സോഫയുടെ ബാക്കിൽ ഒളിച്ചത് ഗ്രാനി കൊല്ലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ മറികടന്ന് ഗ്രാനിനെ വന്ന് കൊന്നു. ഡേ 4 ആണ്. ഒറ്റൊരു ദിവസം കൂടിയുള്ള നമുക്ക് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. നമുക്ക് നോക്കാം അവസാനം എന്താവും. അവസാനം ഇപ്പോൾ ഗൈസ് ഞാൻ ലിഫ്റ്റിക്ക് തന്നെ ഇവിടെ എത്തിയിട്ട് ലിഫ്റ്റിൽ തന്നെ പോണത്. ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്തേക്കാണ് എത്തിക്കണത്. ഇവിടെ ഗ്രാനി വന്നിട്ടില്ല. നമ്മളൊക്കെ നോക്കുകയാണ് എന്തെങ്കിലും. ഇത് തുറക്കണമെങ്കിൽ നമുക്ക് വെപ്പങ്കി വേണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. പെട്ടികളൊക്കെ തുറക്കാൻ പറ്റും, പക്ഷെ അതിനകത്തൊന്നുമില്ല. ഈ ഡോറ് അപ്പുറത്തുനിന്ന് ലോക്കഡാണ്. അപ്പം ഈ ഡോറ് വന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ്. ഈ അലമാറയിലൊന്നുമില്ല. പിന്നെ ആ സ്ഥലത്ത് തന്നെയാണ് ഒരു സംഭവം കിട്ടിയത്. ഒരു ഗ്രീൻ കളറുള്ള ഒരു സംഭവമാണ്. ഞാൻ ആ സീക്രട്ട് വൈദ്യുതി പോണത് സൗണ്ട് ഉണ്ടായി. ഞാൻ എത്തി നോക്കി ഗ്രാനി വരുന്നുണ്ടോയെന്ന്. തവണ വിശ്വസിക്കാൻ പറ്റൂലേ, എപ്പോഴാണ് മുന്നിൽ വരികയെന്നൊന്നും അറിയില്ല. അവിടെ നിന്ന് വെച്ചിട്ട് ഞാൻ എന്താ ഈ ടാബിളിൻ്റെ അവിടെ നിന്നു. ഗ്രാനി വരുന്നുണ്ടോ നോക്കുകയാണ്. ഗ്രാനിനെ കാണാനൊന്നുമില്ല. ഇപ്പോൾ പോവാൻ ഉദ്ദേശിച്ച് ഞാൻ പോവാണ്. സ്റ്റെയർകേസ് വഴി തന്നെയാണ് ഞാൻ പോണത്. ഇത് തന്നെ ലിഫ്റ്റിൻ്റെ അവിടേക്ക് വെക്കാനാണ് പോണത്. ഗ്രാനിനെ വഴി എവിടെയും കാണാനില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാവില്ല ഇവിടെ. ഈ ലിഫ്റ്റിൽ വെക്കാനാണ്. അതാവുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇവിടെ വന്ന് എടുത്താൽ മതിയല്ലോ, എന്നാൽ കുഴപ്പമില്ലല്ലോ. ലിഫ്റ്റ് കയറിയിട്ടാണ് വീണ്ടും പോണത്. അവിടെ കയറി ലിഫ്റ്റിൽ പോണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രാനി നേരത്തെ കൊന്ന സ്ഥലത്തേക്ക് തന്നെ. ഇത് ഗ്രാൻഡ്പ്പുള്ള സ്ഥലമാണ്. ഓരോ സ്ഥലത്തിന് ഓരോ പേരുണ്ട്. ഇപ്പം ഞാൻ വേഗം ഈ മെയിൻ ഡോറിൻ്റെ അവിടെ എന്തൊക്കെ വേണമെന്ന് നോക്കുകയാണ്. ഇവിടെ എന്താണ് മിസ്സിങ് ഡോർ പീസസ്. ഇവിടെ എന്തൊക്കെയാണ് ഞാൻ വന്നപ്പോഴത്തേക്കും ലിഫ്റ്റ് തുടങ്ങി. ഇവിടുത്തെ ലിഫ്റ്റ് വേഗം തുറക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എങ്ങനെ പോകണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ വഴി. ഇത് തുറക്കണമെങ്കിൽ നമുക്ക് സ്വിമ്മിംഗ് പൂൾ കീ വേണം, പൂൾ കീ വേണം.
എന്നാലാണ് അത് ഓപ്പൺ ആവത്തുള്ളൂ. ഏറ്റവും സുഖമായ വഴി അതാണ്, കാരണം അവിടെ ആരും വരില്ല. ഞാനിങ്ങനെ മോൾക്ക് കയറി പോവാണ്. ഗ്രാനിനെ കാണാനൊന്നുമില്ല കേട്ടോ. സാനി ഇവിടെ ഒന്നുമില്ല. കൗബാർ ഇട്ടിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ എന്തിനാ വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ ഒരു ആവശ്യത്തിനാണ്. നമുക്ക് വെപ്പങ്കി കിട്ടിയിട്ടുണ്ട്. കൗബാറാണ് ഇട്ടിട്ട് വെപ്പങ്കി ഇട്ടിട്ട് കൗബാറിന് അടുത്തേക്കാണ് സൗണ്ട് ഉണ്ടായി. അതാണ് ഞാനത് ഒളിച്ചത്. ഗ്രാനി വരുന്നുണ്ടോ വെച്ചിട്ട് വഴി മാറിപ്പോയി. താഴോട്ടാണ് പോകുന്നത്. താഴെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗ്രാനിയുടെ മുന്നിൽ തന്നെ പൊട്ടു. എന്താ ഈ മൂലയിൽ വന്ന് വിളിച്ചിരിക്കുകയാണ്. പോയോ എന്ന് തോന്നുന്നു. പതുക്കെ എത്തി നോക്കാം. ഗ്രാനി പോയിട്ടില്ല. ഇന്നൊന്ന് കൊല്ലുന്നത് കണ്ടുക്കണോ? പോയോന്നാവോ? ഞാനൊന്നവിടെ നോക്കാൻ പോവാണ്. അപ്പൊ ഗ്രാനി പോയിട്ടുണ്ട്. വേഗം വെപ്പങ്കി തുറക്കാൻ പോവാണ്. ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ കീ കിട്ടി, ഗണ്ണും കിട്ടി, അതിൻ്റെ ഉണ്ടകളും ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ എന്നതുകൊണ്ട് പൊളിക്കും. ഞാൻ ആദ്യം ഗ്രാൻഡ് പക്കറ്റ് കൊടുക്കും. അപ്പം ഞാൻ ഓലൊക്കെ കൊന്നിട്ട് വരാം ഗൈസ്. ഓല ഇപ്രാവശ്യം നമ്മൾ ഓലെ കൊല്ലണത് ഗൈസ്. ഒരടിക്ക് 2 പക്ഷികൾ വന്ന പോലെ തന്നെ 2 പേരെ ഒറ്റടിക്കാൻ കൊന്നു ഗൈസ്. ഞാൻ വേഗം ബുള്ളറ്റ് നിറക്കുന്നുണ്ട്, കാരണം എപ്പോഴും ആവശ്യം വരാൻ അറിയത്തില്ല. അവിടെ ഉണ്ട് ഒരു 3 ബുള്ളറ്റ്. നമുക്കിതിൽ 2 ബുള്ളറ്റ് മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഗ്രാൻഡ് പി അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓല് ഉണ്ടാവും അവിടെ ബോധമില്ലാത്ത പോലെ കിടക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂൾ കീ എടുത്തിട്ടാണ് അങ്ങോട്ട് പോവാണ്. ഗണ്ണവിടെ ഇട്ടിട്ടുണ്ട്. വേഗം പോകണം. അവിടെ എല്ലാം തുറക്കുക. അവിടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല, അവിടെയാണ് തുറക്കുക. ആ ബട്ടൺ അത് അമർത്തി നമുക്ക് ഓപ്പൺ ആവും. അപ്പം അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നിന്നിട്ട് പോകാൻ പറ്റില്ല, അപ്പം ഇരുന്നിട്ട് തന്നെ പോകണം. ഇത് തുറക്കണമെങ്കിൽ ഒരു കീ വേണം. അപ്പം അങ്ങനെ ഇതാണ് അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ. ഇതൊരു ക്രാങ്ക് പറഞ്ഞ സംഭവമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആവശ്യമുള്ളത്. ഇത് ഓരോ തുറന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂളിലെത്തി. ഇതാണ് സ്വിമ്മിംഗ് പൂൾ. ഓക്കെ, ഇവിടെ തുറന്നു ഗൈസ്. ഞാൻ വേഗം ഗ്രാനി ഓലക്ക് എന്തായി നോക്കാൻ പോവാണ്. ഗണ്ണെടുത്തിട്ട് തന്നെയാണ് പോണത് കേട്ടോ. അടുക്കാതെ പോലെ ധൈര്യം നമുക്കില്ല. അവിടെ ഗ്രാൻഡ് പനെയും കാണാനല്ല പോലെ എണീറ്റോ അവർക്ക് എത്ര കൊന്നാലും അവർ പുനർജന്മം ജനിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. പിന്നെ വേഗം ബുള്ളറ്റ് ഇതാക്കണ ഗ്രാനി വരുന്നുണ്ട്. അപ്പം ആ തള്ളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി കൊടുക്കട്ടെ. ആ തള്ളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ മനസ്സിലൊരു സമാധാനം കിട്ടി ഗൈസ്. അപ്പം ഞാനങ്ങനെ ഇങ്ങനെ പോവാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ബുള്ളറ്റ് ഇറക്കണം. തോക്കില്ല ഉണ്ട. അപ്പം അതിന് മുകളിലേക്കാണ് പോണത്. ഗ്രാൻഡ് പാനെ കാണാമല്ലോ കേട്ടോ. ഗ്രാൻഡ്
എങ്ങിട്ടൊക്കെ പോയിക്കണം കേട്ടോ. ഇത് തുറക്കണമെങ്കിൽ കീ കാർഡ് വേണം, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഈ ലിഫ്റ്റിൽ കയറാണ്. ഞാൻ ആ സംഭവം എടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ വെക്കാൻ. ഞാൻ സംഭവം എടുത്ത് പുറത്തേക്ക് വെച്ചു. ഞാൻ തോക്കെടുത്തിട്ട് പോലെ ഒരു വട്ടം കൂടി കൊന്നിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. തോക്കുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പോണത്. ഗ്രാൻഡ്പാനൊന്നും കാണില്ലല്ലോ. ഗ്രാൻഡ് വരുന്നുണ്ട് ഗൈസ്, അയാൾക്ക് ഇട്ടത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രാനിക്കാണ്. ഞാൻ ഈ ഒരു ബുള്ളറ്റ് കൂടി എടുത്തിട്ടുണ്ട്, ഒറ്റ ബുള്ളറ്റ് ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ ഗ്രാനിനെ ഒന്നാം ദൂരെ പോയിട്ട് വെറുതെ വരാമെന്ന് വെച്ചു. നമ്മളടുത്തത് ഉന്നം വെക്കുന്നത് ഗ്രാനിനാണ്. അപ്പോൾ നമ്മൾ ഗ്രാനിമ്മ അതാ പോകണം, നമ്മൾ അതിനെ കൊല്ലാണ്. ഉന്നം തെറ്റിപ്പോയി. ഇനി ഒറ്റ ദിവസം ലാസ്റ്റ് ഡേ F5. ഈ ഒറ്റ ദിവസം കൂടി ഞാൻ എങ്ങനെ ഈ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെടും? ഗ്രാൻഡ്പ അല്ലെങ്കിൽ ഗ്രാനി. നമ്മളെ ബെഡ്റൂമിൽ ഷൂട്ട് ഗണ്ണിൻ്റെ ബുള്ളറ്റാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. ഗൈസ് ലിഫ്റ്റ് പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് ആവശ്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലിഫ്റ്റ് വന്നു, ഞാൻ അതിൽ കയറി. പിന്നെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും മറക്കല്ലേ. ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഗണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോണത്. അപ്പം നമ്മൾ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബുള്ളറ്റ് ഇറക്കാനാണ് പോണത്. ബുള്ളറ്റില്ലാതെ എന്ത് ഗണ്ണ? അപ്പോൾ ലിഫ്റ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലിഫ്റ്റ് വന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേഗം കയറി. ലിഫ്റ്റ് തുറന്നവിടെ എത്തി. ഞാൻ വേഗം ബുള്ളറ്റുകൾ ഇങ്ങനെ തോക്കിലേക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ആവശ്യം, ഒരു ഗ്രീനാണ് എന്തോ എഴുതിയിട്ടുണ്ട് ഈ ഡോറിന്. അല്ല ഗ്രീനിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അറിയില്ല. അപ്പോൾ ലിഫ്റ്റ് തുറന്നിട്ടുണ്ട്. അയ്യോ ഇത്ര നേരം പിടിച്ചു നിന്നിട്ട് അവസാനം ഗ്രാൻഡ്പ വന്ന് നമ്മൾ കൊന്നു. ഗൈസ് എന്തൊരു കഷ്ടമാണ്. ഇഷ്ടം ഒന്ന് ഉറങ്ങിയാ പോലെ. ഇന്ന് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. ബൈ.